ഇനി 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കിയാലോ മക്കളെ. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പെർഫോം ദി അഡീഷൻ എന്നാണ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആക്ച്വലി കേട്ടോ, നിങ്ങൾക്കിത് മാറിപ്പോണ്ട. ഇങ്ങനെയാണ് ആക്ച്വലി 37, 29 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇക്വേഷൻസ് ആയിട്ട് ഫോം ചെയ്യണം ശരിക്കും. 37 to the base 16 പ്ലസ് 29 to the base 16. ഇതിനെ നമുക്ക് ആഡ് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ ഇതിനെ ആഡ് ചെയ്യുക? 37 29 നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? ഇപ്പോൾ 37 എന്നുള്ളത് ഡെസിമൽ അല്ല. 37 എന്നുള്ളത് എന്താണ്? 37 എന്നുള്ളത് ഹെക്സാഡെസിമലാണ്. ഇതുപോലെ തന്നെ 29 എന്ന് പറയുന്നത് എന്താണ്? ഹെക്സാഡെസിമലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും? ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും? 37 പ്ലസ് 29. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാടോ. 37 എന്നുള്ളത് ഒരു ഹെക്സാഡെസിമലാണ്, 29 എന്നുള്ളത് ഒരു ഹെക്സാഡെസിമലാണ്. 7 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 16 ഹെക്സാഡെസിമൽ നമുക്ക് 0 മുതൽ 15 വരെ വരുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ടിപ്പിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന അഡീഷൻ ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളെ പഠിപ്പിക്കാം മക്കളെ. അപ്പോൾ നമ്മൾ 39 പ്ലസ് 28 ചെയ്യുന്നത്. നമ്മളെങ്ങനെ ചെയ്യാം? 39 പ്ലസ് 28 ചെയ്യുമ്പോൾ 9 പ്ലസ് 8 16, 6 അല്ലേ? 9 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 17. 17 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 10 + 7 എഴുതാം. 7 ആണ് റിസൾട്ട്, ക്യാരി 1 ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇൻറ്റു 10 എഴുതിയാൽ കാരണം? ബിക്കോസ് ദ നമ്പർ ഈസ് ഡെസിമൽ നമ്പർ. 3 + 2 + 1 എന്ന് പറഞ്ഞാൽ എന്താ? 6 ആണ്. അപ്പോൾ 67 ശരിക്കും ഇതിൻ്റെ അഡീഷൻ റിസൾട്ട് വരിക. ഇതേപോലെ നമ്മൾ 37 പ്ലസ് 29 ചെയ്യുമ്പോൾ 37 പ്ലസ് 29 ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടണം. 37 പ്ലസ് 29 എന്ന് പറഞ്ഞാൽ 9 + 7 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 16 + 0. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 0 ആണ്, ക്യാരി 1 ആണ്. റിസൾട്ട് 0, ക്യാരി 1. ഇനിയോ 3 + 2 + 1. 3 + 2 + 1 എന്ന് പറഞ്ഞാൽ 7 ആണ്, 70. നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ലാത്ത ആൻസറാണ് ഡെസിമലായിട്ട് ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷേ ഹെക്സാഡെസിമൽ ഇത് 70 എന്നാണ് വരിക, 70. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് കേട്ടോ. യെസ്, യൂസിങ് ദി 2's കോംപ്ലിമെൻറ്റ് മെത്തേഡ് പെർഫോം ദി അഡീഷൻ. ഇത് ശരിക്കും ഒരു 6 മാർക്കിനൊക്കെ ചെയ്യാനുള്ള അത്രയും ഉണ്ട്, ലെങ്ത് ഉണ്ട് ശരിക്കും. അപ്പോൾ ഇത് അഡീഷൻ എന്നും പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 21 - 42 ആണ് ആദ്യം ചെയ്യാനുള്ളത്. 21 - 42 നമുക്ക് എങ്ങനെ എഴുതാടോ? 21 പ്ലസ് -42 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇതാണ് നമുക്ക് ഫസ്റ്റിൽ ചെയ്യാനുള്ളത് ആണോ? യെസ്. അടുത്ത -46. ഒരു മിനിറ്റ്. -42 21 പ്ലസ് -42 ആണ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് 21 പ്ലസ് 42 ആദ്യം ചെയ്തു നോക്കാം മക്കളെ. അതിനുശേഷം നമുക്ക് -46 -25 ചെയ്തു നോക്കാം. അപ്പോൾ സബ്ട്രാക്ഷനാണ് ആക്ച്വലി, പക്ഷെ നമ്മളിതിനെ അഡീഷനാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ 21ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബൈനറി ഞാൻ കൺവേർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല, ഒറ്റയടിക്ക് എഴുതുകയാണ്. 21 എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 21 എന്ന് പറഞ്ഞാൽ 0 0 0. നമുക്ക് ആദ്യം 42 റെപ്രസെൻറ്റ് ചെയ്യാം മക്കളെ. 42 അല്ലേ? 42 എന്താ? 42ൻ്റെ കൺവേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 0 0 1 0 1 0 1 0 ആണ് ശരിക്കും 42 കേട്ടോ. 21 എന്ന് പറഞ്ഞാൽ 0 0 0 1 0 1 0 1 ഇതാണ് 21. അപ്പോൾ 21ഉം 42ഉം എനിക്ക് എഴുതണം. പക്ഷെ ഇതിൽ 42 -42 ആണ്. -42 ഏത് മെത്തേഡാണ്? 2's കോംപ്ലിമെൻറ്റ് വെച്ച് ചെയ്യണം. അപ്പോൾ -42 ഞാൻ എഴുതുമ്പോൾ ആദ്യം ഇതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതും. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതുമ്പോൾ ഇതിനെ 1 ആക്കും, ബാക്കിയെല്ലാം സെയിം 0 1 0 1 0 1 0. ഞാൻ 21നും 42നും കൺവേർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ നേരിട്ട് ചെയ്യാതെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ഫോം വരിക. എന്താണ്? ആദ്യം 1 ഇട്ടു, പിന്നെ ബാക്കി 0 1 0 1. അപ്പോൾ ഇതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് ഫോം എങ്ങനെയായിരിക്കും? ഇതിൻ്റെ
-42ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഫോം എങ്ങനെയായിരിക്കും? ഈ സൈനിനെ ഇവിടെ നിലനിർത്തുക, ബാക്കി വരുന്ന എന്താ 1 0, ഈ 0 എന്നുള്ളത് 1 ആവും, 1 എന്നുള്ളത് 0 ആവും, 1 0 1 0 1 ഇങ്ങനെയാവും ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 0 + 0 1 1 1 0 1 0 1 1. അപ്പോൾ ഇതാണ് -42 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. ഓക്കെ, പോസിറ്റീവ് നമ്പറിന് നിങ്ങൾ എങ്ങനെ എടുത്താലും അത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിലും ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിലും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 21ൻ്റെ റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ 21നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാടോ? 0 0 0 1 0 1 0 1. ഇനി ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു? ഫസ്റ്റ് നമ്മൾ 21 എടുത്തു. 21 ഒരു പോസിറ്റീവ് നമ്പറാണ്. 21നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 21നെ 0 0 0 1 0 1 0 1 ഇതാണ് 21. -42 ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലെടുത്തു. ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമിലെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ. 1 1 0 1 1 1 0 1 0 1 1 0 0 1 1 0. ഇതിങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡും വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും ഒക്കെ സെയിം ആയിരിക്കും. നമ്മൾ എടുക്കുന്ന നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ നെഗറ്റീവ് നമ്പറിൻ്റെ മാത്രം നിങ്ങൾ ടൂസ് കോംപ്ലിമെൻറ്റ് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ആഡ് ചെയ്ത് എന്താ മക്കളെ വരിക റിസൾട്ട്? 1 + 0 1 0 + 1 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 0 + 0 1 1 + 1 0 വിത്ത് ക്യാരി 1 1 1 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? 1 1 1 0 1 0 1 1 1 1 1 0 1 0 1 1. ദിസ് ഇസ് ദി ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ 21ഉം 42ഉം ചെയ്തത്. അപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ 21 - 42നെ 21 + -42 ആക്കി മാറ്റണം. ഇതാണ് ചെയ്യാനുള്ള സ്റ്റെപ്പ് കേട്ടോ. യെസ്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, അപ്പോൾ ഇത് -21ന് ഇക്വാലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവുക. ചെയ്താൽ മനസ്സിലാവും കേട്ടോ. യെസ്, അടുത്ത് ചെയ്യാനുള്ളത് -46 ആൻഡ് -25 ആണ്. നോക്കണം എല്ലാവരും. -46 -25 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാടോ? -46 -25 നമുക്ക് -46 പ്ലസ് -25 എഴുതിക്കൂടെ? യെസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? -46ൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തു നോക്കാടോ. -46 എന്ന് പറഞ്ഞാൽ ശരിക്ക് 46ൻ്റെ ഇക്വാലൻ, ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 46ൻ്റെ ഇക്വാലൻ ബൈനറി കണ്ടുപിടിക്കുക, അതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, വൺസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക, ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ -46 ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ ഞാൻ നേരിട്ട് എഴുതുകയാണ്. 1 1 0 1 0 0 0 1. ഇതാണ് -46 ഇൻ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം. -25ൻ്റെ ഇതുപോലത്തെ ടൂസ് കോംപ്ലിമെൻറ്റ് ഫോമും കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കും മക്കളെ, ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രീഫായിട്ട്. ആദ്യം 42 നമ്പർ എഴുതുക, അതിൻ്റെ എന്തെടുക്കുക? 42ൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ആദ്യം എടുക്കുക, വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുക. വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡിലെ ഈ സൈൻ എവിടെ നിലനിർത്തണം, അതന്നെ വൺസ് കോംപ്ലിമെൻറ്റിൽ വരും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് റിസൾട്ട് കിട്ടും. ഇതേ സ്റ്റെപ്പാണ് മക്കളെ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ -46 ഞാൻ എഴുതി, -25 എഴുതണം. -25 ഞാൻ ഇതുപോലെ 25ൻ്റെ ഇക്വാലൻ ബൈനറി എടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് നമ്പറിൻ്റെയും ബിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾക്ക് ഇത് എടുക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഈ നമ്പർ ഞാൻ എടുത്തു, ഈ നമ്പറിൻ്റെ കൂടെ -25 ആഡ് ചെയ്യണം. -25 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി കിട്ടി. നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കൺവേർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. -25 എന്ന് പറഞ്ഞാൽ 1 1 1 0 0 1 1 1. ഞാനിത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതങ്ങ് എഴുതിയതാണ്. നമുക്കിതൊന്നും ചെയ്ത് സമയം കളയണ്ട, നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. അപ്പം -46ഉം ടൂസ് കോംപ്ലിമെൻ്റ് ആണ്, -25ഉം ടൂസ് കോംപ്ലിമെൻ്റ് ആണ്. നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം മക്കളെ? 1 + 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 1 1 0 + 1 1 1 + 1 0 വിത്ത് ക്യാരി 1 1 + 1 + 1 1 വിത്ത് ക്യാരി 1.
അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു ക്യാരി വരുന്നുണ്ടെങ്കിൽ ഈ ക്യാരിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. ഇഗ്നോർ ദി ക്യാരി. അപ്പോൾ ക്യാരി വരുന്നുണ്ടെങ്കിൽ ക്യാരിയെ ഇഗ്നോർ ചെയ്യണം. ക്യാരി ഇഗ്നോർ ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണോ? 1 0 1 1 1 0 0 0. ദിസ് ഇസ് ദി ഫൈനൽ വാല്യൂ ഓഫ്, ഇതാണ് നമുക്ക് കിട്ടുന്ന -71 ഇക്വാലൻറ്റ് ഫോമാണ് ശരിക്കും ഇത് വരുന്നത് കേട്ടോ. യെസ്, ഓർത്തിരിക്കുക കേട്ടോ മക്കളെ, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്.